അപ്പൊ ഈ രണ്ട് ആടുകൾ ഈ ചേച്ചിയുടെ ജീവന അല്ലെ? ജീവനാണ്. ഞാൻ കുപ്പിയിൽ വെള്ളം കൊടുത്താണ് നിങ്ങൾ വളർത്തിയത്. ചേച്ചിയുടെ പെറ്റല്ലേ? അതെ, ഒരു വയസ്സാവാൻ പോകും. ഓക്കെ, നമ്മുടെ ചെറിയ കുട്ടി നമ്മുടെ പോലെ പിള്ളേര് കിടക്കൂല, അതേപോലെ കിടക്കും. എന്റെ ഈ ബാക്കി കാണുന്ന വീട് കണ്ട്, ഈ വീട് നിറച്ചും ആടുകളാട്ടോ. ഒരു വീട്ടമ്മ വളർത്തുന്ന ആടുകളാണ്. ഈ വീട്ടമ്മയുടെ കൂടെ ഈ ആടുകൾ ഉറങ്ങുന്നതും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം ആട്ടോ. അപ്പൊ ഈ വീട്ടമ്മേനെ നമുക്ക് കാണാം, അതുപോലെ ഇവിടുത്തെ ആടുകളെ നമുക്ക് കാണാട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവേ. ചേച്ചി ഇവിടെ ഇപ്പൊ എത്ര ആടുണ്ട്? 15 ഉണ്ട്. 15 ആടിനുണ്ട്. അപ്പൊ ചേച്ചിയുടെ പേരാദ്യം പറയാം ഞങ്ങളോട്. എന്റെ പേര് ഓമന. ഇതാണ് മോളെ. അമ്മ പ്രസവിച്ചിട്ടിട്ട് തിരിഞ്ഞു നോക്കിയില്ല. ഈ 2 എണ്ണത്തിന് ഞാൻ കുപ്പിയിൽ വെള്ളം കൊടുത്ത് വളർത്തിയതല്ലേ? എപ്പോഴും ഇരിക്കണ്ട, കുപ്പി ഇരിക്കണ്ട ഫ്രിഡ്ജിന്റെ മുകളിൽ. കഞ്ഞിയുടെ വെള്ളമൊക്കെ കൊടുത്ത് വളർത്തിയെടുത്താണ് ഈ 2 എണ്ണത്തിന്. 2 എണ്ണത്തെ 4 നിക്കണ്ട. അതൊക്കെ അമ്മയുണ്ട്, പക്ഷെ അമ്മ നോക്കിയല്ല, പാലും കൊടുക്കും. ഇതിപ്പോ നാടനല്ലേ? ഇത് നാടനാ. അതിനെ കുപ്പിയിൽ വെള്ളം കൊടുത്ത് ഇതുങ്ങളെ, പിന്നെ ഞാൻ നേരത്തെ കുഞ്ഞിനെ കാണിച്ചെന്നില്ലേ, അത് അങ്ങനെ 4 കുഞ്ഞിനെ കണ്ട. ഇത് 4ാമത്തെ കുപ്പിയത്. അതെയോ? കുപ്പിയൊക്കെ പോകുമ്പോ ഞാൻ വേറെ മേടിക്കും. ചീത്തയെന്ന് തോന്നുമ്പോ ഞാൻ വേറെ മേടിക്കും. ഇപ്പോഴൊക്കെ വേഗം പോവുമല്ലോ. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് കണ്ട, പൊടിയേരി വേവിച്ചിട്ട് മിക്സിയിൽ അടിക്കും. എന്നിട്ട് വെള്ളം അരിച്ചെടുത്തിട്ടാണ് ഞാൻ കൊടുക്കണത് അല്ലേ? ഒരുപാട് കഷ്ടം. 6 മാസം കസേരയും ഇരുന്ന് ഉറങ്ങണേ. കട്ടുമ്പോ കിടക്കൂല. ഈ ഡെസ്കിന് കംപ്ലൈന്റ് ഉള്ള ഞാനാ. എന്നുവെച്ചാ ഞാൻ അകത്തോട്ട് കയറുമ്പോ ഇതിങ്ങളോട് വിളിക്കും. ഇതിങ്ങളുടെ വിചാരം ഞാനാണ് ഇതിങ്ങളുടെ അമ്മ എന്നാണ്. അമ്മേനെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ അതിന്റെ ഉള്ളിൽ കയറി ഒന്ന് കിടക്കാൻ നോക്കിയാ ഒരു നൂല് വിളിക്കും. വരാൻ പറഞ്ഞല്ലേ? അപ്പൊ എനിക്ക് കിടക്കാൻ പറ്റില്ല മോളെ. ഇതിങ്ങൾ നൂല് വിളിക്കുമ്പോ എനിക്ക്. അപ്പൊ ഞാൻ കസേരമേ ഇരിക്കും. അങ്ങനെ ഇരുന്ന് എന്റെ കഴുത്ത് ഞരമ്പ് എടറിപ്പോയി കഴിഞ്ഞിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ടായി, വർത്താനം പറയാൻ പറ്റാണ്ടായി, തീരെ അവശതയായി. ഇപ്പം മഞ്ഞമ്മ ഹസ്ബൻഡ് പറഞ്ഞു. ഞാൻ പോയി അവിടെ ചെന്നപ്പോൾ സർജനെ കാണിക്കാൻ പറഞ്ഞു. സർജനെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ എന്തോ ഞരമ്പിന് പറ്റിയേക്കാണ്. അപ്പൊ തലയിലോട്ടുള്ള ഞരമ്പാണല്ല. അപ്പൊ അതിന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഓപ്പറേഷൻ ചെയ്യാൻ എനിക്ക് മടി, തലയിലോട്ടുള്ള ഞരമ്പാണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് പോന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് വെച്ചോണ്ടിരുന്ന കാഴ്ച, കണ്ണിന്റെ കാഴ്ച, കേൾവി ശക്തിയൊക്കെ നഷ്ടപ്പെടും എനിക്ക് വെച്ചോണ്ടിരിക്കുക. അപ്പൊ എന്റെ ഇളയ മോന് ഏത് നേരം പറയില്ല അമ്മ ആടുകളെ കൊടുത്തിട്ട് ഓപ്പറേഷൻ ചെയ്യാം. അപ്പൊ ഇതിവിടെ ഓപ്പറേഷൻ ചെയ്തിട്ട് ഇവിടെ എന്തോ അവര് പഠിപ്പിക്കണോന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ എനിക്ക് വന്നേക്കണെന്ന് വെച്ചാൽ ഇതും ഡിസ്കിന്റെ, അത് പ്രസവത്തിൽ പറ്റിയതാ, മൂത്താളെ പ്രസവിച്ചപ്പോ പറ്റിയതാ. അതും കൊണ്ട് നടക്കലും ഇതുങ്ങളെ നോക്കലും എനിക്കൊരു സന്തോഷം, വേറെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ്. അപ്പൊ നമുക്ക് ആകെ കിട്ടുന്ന സന്തോഷം ഇതുങ്ങളെ നോക്കലാണ്. എന്റെ ഞാൻ ഒരു സ്ഥലത്തും പോകില്ല. ഇപ്പൊ ഈ 6 മാസമായിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല. ഇതുങ്ങളാണ് കൂട്ടല്ലേ? എന്നുവെച്ചാൽ ഇതുങ്ങൾ പ്രസവിച്ച് അങ്ങോട്ട് വീണിട്ട് പിന്നെ എനിക്ക് എങ്ങും പോകാൻ പറ്റാണ്ടായി പോയി. എന്റെ അമ്മ കാലൊടിഞ്ഞ് ഇരുന്ന് നിരങ്ങിയാണ്. ഹോസ്പിറ്റലിൽ നാത്തൂനാണ് കൊണ്ടുനടന്ന് നോക്കലും എല്ലാം. ഒന്ന് പോയി നോക്കാൻ പോലും പറ്റണില്ല. ഇതുങ്ങൾ ഇട്ടേച്ച് എനിക്ക് പോകാൻ പറ്റില്ല. കുറെ ദിവസം 4 മാസം ഒരു പണിക്കാരൻ ചെറുക്കൻ ഇവിടെ ഉണ്ടായിരുന്നു. അവന് മടുത്തപ്പോ അവന് ഇട്ടേച്ച് പോയി. അവൻ പറഞ്ഞു പറ്റൂല ചേച്ചി ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്ന പോലെ എനിക്കൊന്നും പറ്റൂല. അവൻ ഇട്ടേച്ച് പോയി. അപ്പൊ എത്ര വർഷമായിട്ടാണ് ഇപ്പൊ ഞങ്ങള് ഇവിടെ വന്നിട്ട് ഏലൂര് വന്നിട്ട് 10-36 വർഷത്തോളമായി. ഇതിങ്ങളെ വളർത്താൻ തുടങ്ങിയിട്ട് ഒരു 10-15 വർഷത്തോളമായിട്ടുണ്ട്. 15 വർഷത്തോളമായി. ഇതുങ്ങളായിരുന്നു എനിക്കൊരു സഹായവും മനസ്സിന് സന്തോഷമൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇതുങ്ങളെ വളർത്തും. പക്ഷെ എനിക്ക് ഇപ്പൊ ബുദ്ധിമോശം എന്ന് വെച്ചാൽ എന്റെ മക്കള് നല്ല രീതിയിൽ പോയി. 2 പേരും നല്ല രീതിയിൽ പോയി. 2 പേരും കല്യാണം കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കണം. പക്ഷെ എനിക്ക് അതുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം ഉണ്ടാക്കിക്കൂടെ. 43 ആടായിരുന്നു ഈ അകത്ത്. അന്ന് കൂടൊന്നും ഉണ്ടായില്ല. കൂട് കെട്ടിയിട്ട് ഇപ്പൊ 1 വർഷമായിട്ടുള്ളൂ. അതുവരെയും 43 ആട് ഇതിന്റെ ഉള്ളിലായിരുന്നു. അതെയോ? അന്ന് ഇലയും പുല്ലൊക്കെ ചേച്ചി റോട്ടിൽ പോയി അരിഞ്ഞ കൊടുത്തോണ്ടിരുന്നു. ഇപ്പൊ ഇല പുള്ളി കാശ് കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിക്കും. ഒരു വണ്ടി ഇല കൊണ്ടുവരണമെങ്കിൽ 1000 രൂപ കൊടുക്കണം ഇവിടെ കൊണ്ടുവരണം. ആ 43 ആടിൽ 23 ആടിനെ ഞാൻ വെറും നിസ്സാര വിലക്ക് കൊടുത്തല്ലേ? ബാബാ അതേ ഉള്ളിൽ വേണ്ടിട്ടാ. അതിനാണ് 2 കുഞ്ഞുങ്ങൾക്ക് തീരെ വയ്യാത്തൊരു ഇത്. എന്നുവെച്ചാ അതുങ്ങൾക്ക് ഇങ്ങനെ വായിന്ന് ഇങ്ങനെ ഏത് നേരം വെള്ളം വന്നുകൊണ്ടിരിക്കും. അപ്പൊ അത് ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോ മരുന്നൊക്കെ മേടിച്ച് കൊടുത്തു, എന്നിട്ടൊന്നും കുറയണില്ല. അത് ആൺകുഞ്ഞ്. അപ്പൊ മൂത്തവൻ പറഞ്ഞ അമ്മ അത് അറക്കണവർക്ക് കൊടുക്കുക, അമ്മ ഏത് നേരോട്ട് തുടക്കണ്ടല്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പലഹാരം ഉണ്ടാക്കി തിന്നിട്ട് കാലങ്ങളായി. മോനെ എനിക്ക് ഓർഡർ ചെയ്ത് മസാല ദോശയും എന്ത് വേണമെന്ന് വെച്ചാൽ അവരപ്പോ മേടിച്ച് വിളിക്കുവനെ. 3 പ്രാവശ്യം വിളിക്കും, അമ്മയ്ക്ക് എന്താ വേണ്ട. ഞാൻ പറയും എനിക്കൊന്നും വേണ്ടടാ, എനിക്ക് ആഹാരം കഴിക്കണല്ലോ, എനിക്ക് നിങ്ങളെ നോക്കി
പണി എടുത്തുകൊണ്ട് കിടക്കുമ്പോ നിങ്ങൾക്ക് തിന്നാനുള്ള സമയം കിട്ടണില്ല. പിന്നെ ഞാൻ പാല് മേടിച്ചു, ഒരു കവർ പാല് മേടിച്ചു, ഒരു കപ്പ് ചായയും കുടിക്കും. ബ്രെഡ് ഓർഡർ ചെയ്ത് ബ്രെഡ് എനിക്ക് 3-4 പാക്കറ്റ് അവൻ ഓർഡർ ചെയ്ത് ബ്രെഡ് ഇവിടെ ബ്രെഡ്, റസ്ക്, ബിസ്ക്കറ്റ് എല്ലാം ഇന്നലെ വന്നിട്ടുണ്ട് ഇയാള്. ഒക്കെ മേടിച്ചു കൊടുന്ന് വെച്ചേക്കതെ. എനിക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഓനെ, പക്ഷെ എനിക്ക് ഇതുങ്ങൾ എന്നെ കിടത്തൂല. അമ്മയാന്ന് പറഞ്ഞു അല്ലേ? ഇതുങ്ങളുടെ വിചാരം ഞാൻ ഇതുങ്ങളുടെ അമ്മ എന്നാണ്. അപ്പൊ പിന്നെ എങ്ങനെ കിടക്കും ഞാൻ? അവിടെ പോയി ഒന്ന് എനിക്ക് നിവർന്ന് കിടക്കാൻ പറ്റും. ഇപ്പൊ എനിക്ക് കിടന്ന എനിക്ക് ഞാൻ പറ്റൂല. എന്നുവെച്ചാൽ കസേരമ ഇരുന്നിരുന്ന് നടു വളഞ്ഞു പോയി. കസേര പോലെ ഈ നടു കിടക്കുമ്പോ എനിക്ക് ബുദ്ധിമുട്ട് വരെയാണ്. ഞങ്ങള് വന്നപ്പോ ചേച്ചി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു നടക്കുന്നു, ഭയങ്കര വേദനയല്ലേ? വേദന എന്ന് ഇപ്പൊ എനിക്ക് ഈ വേദന മാത്രമല്ല മോനെ, ഈ കാലിന്റെ വേദന. ഇപ്പൊ കാല് ഞാൻ കാണിച്ച കാല് എനിക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇപ്പൊ ഒരു മാസമായുള്ളൂ ഇത് തുടങ്ങിയിട്ട്. കണ്ടതേ. ഓ എന്റെ ദൈവമേ. ഇപ്പൊ ഇത് വെച്ചുകൊണ്ട് നടന്നിട്ടാണ് മൂത്തവൻ പറയണ അമ്മ ഇത് എത്രയും വേഗം കൊടുത്ത് മൂത്തവൻ മാത്രമല്ല ഇളയാളും അതെ. ഇളയാൾ ഏത് ദിവസവും വരും, എല്ലാ ദിവസവും. അപ്പൊ ഇത് കണ്ടിട്ട് അവൻ ഇളയവൻ എന്നെ സമാധാനം നല്ല അമ്മ ഇതുങ്ങളെ കൊടുത്തിട്ട് കിട്ടുന്ന വിലക്ക് കൊടുത്തിട്ട് ഇത് നോക്കാനാ പറഞ്ഞ, അല്ലെങ്കിൽ അമ്മയുടെ കാല് മുറിച്ചു കളയേണ്ടി വരും. എന്താണെന്ന് അറിയില്ല മോനെ, ഇവിടെയൊക്കെ മുഴയാ. ഇപ്പൊ ഇതേ വേദനയുടെ ഗുളിയൊക്കെ മേടിച്ച് തന്നുകൊണ്ട് പോയിട്ടുണ്ട് ഇളയാള്. അപ്പൊ സ്ഥലം എവിടെ? ഈ സ്ഥലം വേലൂര് പള്ളി എന്ന് പറയും. സെന്റ് ആൻസ് പള്ളിയുടെ അടുത്താണ് ചേച്ചിയുടെ വീട് അല്ലേ? അപ്പൊ ഇവിടെ എത്ര എണ്ണത്തിന് നമ്മൾ വിൽക്കാനുണ്ട്? എനിക്കൊരു 8 എണ്ണത്തിന് കൊടുക്കാനുണ്ട്. ഓക്കെ, എത്ര മുട്ടനുണ്ട്? മുട്ട ഒരു 5-6 ഉണ്ട്. 5-6 ഉണ്ട്. അതൊക്കെ ചെറുതെങ്കിൽ 2 എണ്ണം വലിയതുള്ളൂ. 2 വലുത്. പെണ്ണോ? പെണ്ണ് 8 എണ്ണം ഉണ്ട്. 8 എണ്ണം ഉണ്ട്. ഓക്കെ. പിന്നെ കുഞ്ഞുങ്ങളാണ്, തീരെ പൊടി കുഞ്ഞുങ്ങളാണ്. അപ്പൊ ഈ ആടുകളിൽ ഏതൊക്കെ കൊടുക്കണ്ട്? കൊടുക്കണതാണ് ഇപ്പൊ ഈ കൂട്ടിൽ നിൽക്കണത്. ഇത് ഓക്കെ. ഇത് ബാക്കി 2 എണ്ണം അതിനകത്തുണ്ട്. 8 എണ്ണത്തിൽ 2 എണ്ണം അതിനകത്തുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിപ്പോ എത്രാമത്തെ പ്രസവമൊക്കെ ആയതാണ്? എത്രാമത്തെ പ്രസവമൊക്കെ ആയതാണ്? ഇതൊരു 2-3 എണ്ണൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ. പ്രായമുണ്ട്. കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് പറയാലോ നമുക്ക്. കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വളർത്താൻ പറ്റൂല. ആ പ്രായമൊക്കെ കഴിഞ്ഞു പോയി. പിന്നെ നിങ്ങൾക്ക് പാലില്ലാത്ത ഇനമുണ്ട്. കൊണ്ടുപോയി കഴിഞ്ഞാൽ കുഞ്ഞിന് പാലുണ്ടാവില്ല. അപ്പൊ കൊണ്ടുപോയി കഴിഞ്ഞാൽ അറക്കാനേ പറ്റുള്ളൂ. അല്ലാതെ വളർത്താൻ പറ്റൂല. അറക്കണവർക്കേ കൊടുക്കാൻ പറ്റും. പിന്നെ മുട്ടന്മാര് 2 എണ്ണം അതിനകത്ത് നിൽക്കണുണ്ടോ? അത് നേർച്ചയ്ക്കാണ് ചേച്ചി മുട്ടന്മാരെ കൊടുക്കണേ. അതായത് ഈ മുസ്ലിംമാർക്ക് മുടി മുട്ടടിക്കാനൊക്കെ കൊച്ചിങ്ങൾക്ക് പള്ളിയിലേക്ക് നേർച്ചക്ക് വരും. പിന്നെ അവര് പള്ളിയിലേക്കായിട്ട് നേർച്ച കൊടുക്കുന്നവരുണ്ട്. അപ്പൊ ഈ പെരുന്നാൾ ഒരാൾ വന്ന് കൊണ്ടുപോയി, ഒരെണ്ണം കൊണ്ടുപോയുള്ളൂ. അപ്പൊ ഇതുങ്ങളെ ഞാൻ അതിലേ കൊടുക്കാറുള്ളൂ. എന്നുവെച്ചാൽ അതൊരു പുണ്യകർമ്മമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിന് അങ്ങനെ കൊടുക്കുന്നത്. ബാക്കിയുള്ളതിനൊക്കെ അങ്ങനെ അറക്കാനായിട്ട് കൊടുക്കും. നേരത്തെ കൊടുത്തു പോയാലും മോനെ, പക്ഷെ ഞാനേ അറക്കണവർക്ക് കൊടുക്കുക, വളർത്തുന്നവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചു കഴിയുമ്പോ ഇപ്പൊ എനിക്ക് തോന്നി ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പാലില്ലാതെ കൊണ്ടുപോകണോ കഷ്ടപ്പെട്ടു. ഞാൻ 4 കുഞ്ഞുങ്ങളെ കുപ്പിയിൽ വെള്ളം കൊടുത്താ വളർത്തിയെടുത്തെ. 4 കുഞ്ഞുങ്ങളെ കുപ്പിയിൽ വെള്ളം കൊടുത്തു. 4 വലുതായി അവിടെ ഉണ്ടല്ലേ. പ്രസവിച്ച അമ്മ ഇട്ടിട്ട് തിരിഞ്ഞു നോക്കിയില്ല. അപ്പൊ ഇവന് ഞാൻ എടുക്കുമ്പോഴത്തെ ഇവന് എന്റെ പിള്ളേര് കിടക്കണ പോലെ നമ്മുടെ തോളത്തേക്ക് കിടക്കണം. അതാണ് ഇവന്റെ സ്വഭാവം. ശരിക്കും അമ്മേന്ന് വിളിക്കണേ. ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങി അമ്മേന്ന് വിളിക്കുള്ളൂ. ശരിക്കും അമ്മാന്ന് വിളിക്കുന്നു. സത്യമാണ് ഞാൻ പറയുന്ന പോലെ ശരിക്കും അമ്മാന്ന് വിളിക്കുന്നത്. ഇവിടെ അങ്കിള് പറയൂല, ശരിക്കും അമ്മാന്നാ എന്നെ വിളിക്കുന്നത്. എവിടെ പോയാലും അന്വേഷിക്കൂലേ? ഞാൻ പോവില്ല. 6 മാസമായിട്ട് പുറത്തേക്ക് പോകാറില്ല. ഈ സൈഡിലൊക്കെ ഇവിടേക്കൊക്കെ പോകും ഞാൻ. കാത്തു വിരിക്കാനും തുണി വിരിക്കാനൊക്കെ പോകും. വേണമെങ്കില്ല ഇവിടെ വന്നിട്ട് എത്തി നിന്നിട്ട് അമ്മേ വിളിക്കും. കാണാനില്ല. അത് തന്നെ നിങ്ങളുടെ വിചാരം അതുങ്ങൾ അമ്മനെ കണ്ടിട്ടില്ല. നിന്നുകൊണ്ടാ പ്രസവിച്ചിട്ട്. പിന്നെ ഞാൻ കുഞ്ഞിന് 1 പ്രാവശ്യം അവളുടെ അടുത്ത് കൊണ്ട് ചെന്നുള്ളൂ. തട്ടി കളഞ്ഞവള്. ഇത് ഞാനിപ്പ വെള്ളം കൊടുക്കാനൊക്കെ എടുത്താലേ കുറച്ച് കുടിച്ചിട്ട് ഇതേപോലെ നമ്മുടെ ചെറിയ കുട്ടി നമ്മുടെ പിള്ളേര് കിടക്കൂല, അതേപോലെ കിടക്കും. ചേച്ചിയുടെ കൂടെ വന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യോ? എന്റെ വഴിയിലിരിക്കുള്ളൂ. ഞാനും ഇവിടെ കസേര മരുന്ന് ഉറങ്ങും. അവൻ താഴെ കിടന്നോളൂ. ഇതുങ്ങളെല്ലാം അകത്തായിരിക്കും. എല്ലാം അകത്താ. ഏത് നേരം അടിയും തോടെയായിട്ട് കയ്യൊക്കെ വേനെടുത്തിട്ട് ഞാൻ ചെയ്യണ പോലെ ഒന്നും ആരും ചെയ്യൂല മോളെ. ആടുകളൊക്കെ ആൾക്കാർ പുറത്തിട്ടല്ലേ വളർത്തണേ. നമുക്ക് ഇങ്ങനെ നമ്മളങ്ങനെ ഒരു ഇതിലായിപ്പോയി. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഓമന ചേച്ചിയുടെ ആട് വളർത്തലാണ്. ഈ ആടുകളൊക്കെ വിൽക്കാനുള്ളതാണ്. അപ്പൊ ചാനലിൽ ഞങ്ങൾ കോൺടാക്ട് നമ്പർ ഇട്ടേക്കാം. അപ്പൊ ചേച്ചിനെ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ
നമസ്കാരം.